അപ്പോ ബാബ പറയാണ് അല്ലെ, ഇവിടെ ഈ സ്ലോഗൻ വളരെ നല്ലതാണ്. മനുഷ്യമതം വളരെ നല്ലത്. മനുഷ്യമതം ദുർഗതിയിലേക്ക് കൊണ്ടുപോകും, ഈശ്വരീയ മതം എന്താക്കും, സദ്ഗതിയിലേക്ക് കൊണ്ടുപോകും. അത് വളരെ നല്ല സ്ലോഗനാണെന്ന് ബാബ പറയാൻ. തോ തും ശുഭ ബോൾത്തെ ഹോ ന. അപ്പൊ ബാബ പറയാൻ, നിങ്ങള് ശുഭം പറയാറില്ലേ എന്ന് ബാബ ചോദിക്കാം. ബാക്കി മഹിമ കർത്തേ ഹോ, ബാബയുടെ മഹിമയാണ് ചെയ്യുന്നത്. വഹ് സർവ് കാ ബാപ ഹെ, ബാബ സർവരുടെയും അച്ഛനാണ്. സർവ് കി സദ്ഗതി കർത്തേ, സർവരുടെ സദ്ഗതിയാണ് ബാബ ചെയ്യുന്നത്. ബച്ചോം കോ ബാപ് നെ ബഹുത് സംജായ ഹെ, കുട്ടികൾക്ക് ബാബ ഒരുപാട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാം, ബാപ്പ് സർവ് കാ ബാപ് ഹെ, ബാബ സർവരുടെയും അച്ഛനുമാണ് എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, ബച്ചും കോ ബാപ് നെ ബഹുത് സംജായ ഹെ, ബൽ പ്രഭാത ഫേരി നിക്കാലോ. അല്ലെ, ഇപ്പൊ നിങ്ങൾ അതിരാവിലെയൊക്കെ നമ്മൾ നടക്കാനൊക്കെ പോവല്ലോ, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, പ്രഭാതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ബോലോ ഹെവൻലി ഗോഡ് ഫാദർ ഹംകോ യഹ് പദ് പ്രാപ്ത് കരാ രഹേ ഹെ. പക്ഷെ നിങ്ങൾ പറയണം, ഹെവൻലി ഗോഡ് ഫാദർ എനിക്ക് ഈ പദവി പ്രാപ്തമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്, അതൊന്ന് പറയണം എന്ന് ബാബ പറയാൻ. അബ് നരക് കാ അന്ത് ആനേ വാലാ ഹെ, ഇപ്പോ എന്താണ്, നരകത്തിന്റെ അന്തിമമാണ് വരുന്നത് എന്ന് ബാബ പറയാൻ. സമഞ്ജാനേമേ മേഹനത്വത്തോ കർണി പടത്തെ, മനസ്സിലാക്കി കൊടുക്കുന്നതില് പരിശ്രമമൊക്കെ ഉണ്ടാവും എന്ന് ബാബ പറയാൻ. എയ്റോപ്ലെയിൻ സെ പർച്ചി ഗിരാ സക്തി ഹോ, ബാബ പറയാണ്, എയ്റോപ്ലെയിനിലൊക്കെ എന്ത് ചെയ്യാം, വേണമെങ്കിലേ എയ്റോപ്ലെയിനിൽ നിന്ന് നോട്ടീസൊക്കെ വിതരണം ചെയ്യാം എന്ന് ബാബ പറയാൻ. ഹം തോ ഏക് ഹി ബാപ് കി മഹിമ കർത്തേ ഹെ, വോ ഹി സർവ് കാ സദ്ഗതി ദാതാ ഹെ. അതായത് നമ്മള് ഒരേ ഒരു ബാബയുടെ മഹിമ ചെയ്യുന്നു, അവര് തന്നെയാണ് സർവരുടെ സദ്ഗതി ദാതാവ് എന്ന് ബാബ പറയാം. അല്ലെ, നമ്മളെല്ലാവരും ഒരു ബാബയുടെ മഹിമ ചെയ്യുമല്ലോ, ഭഗവാന്റെ ആ മഹിമ അല്ലെ, ആ ഭഗവാൻ തന്നെയാണ് ആര്, സദ്ഗതി ദാതാവ്. ബാപ് കഹത്തെ ഹേ ബച്ചേ മേ തുമക്കോ സദ്ഗതി ദേത്താ. അപ്പൊ ബാബ പറയുകയാണ്, കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് സദ്ഗതി തരികയാണ്. ഫിർ തുമക്കോ ദുർഗതി ദേനേവാല കോൻ, പിന്നീട് ബാബ പറയാ, ദുർഗതി തരുന്നത് ആരാണ്. കഹാ ജാത്താ ഹെ ആദാ കൽപ്പ് ഹെ, ആദാ കൽപ്പ് ഹെ ഹെവിൻ ഫിർ ഹേൽ. അപ്പൊ ബാബ പറയാ, ഇങ്ങനെ പറയുമല്ലോ, അരക്കൽപ്പം സ്വർഗമാണ്, അരക്കൽപ്പം നരകമാണ് എന്ന് പറയാറുണ്ട്. രാവൺ രാജ്യ മാനാഹി ആസുരിയ രാജ്യ നീച്ചേ ഹി ഗിർത്തെ അയേ. അതായത് ബാബ പറയാണ്, രാവണന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ആസുരീയ രാജ്യമാണ്. ആസുരീയ രാജ്യം എന്താണ്, താഴേക്ക് വീണുകൊണ്ടിരിക്കും എന്ന് ബാബ പറയാം. അല്ലെ, ആസുരീയ രാജ്യം എന്ന് പറയുമ്പോൾ താഴേക്ക് വീണുകൊണ്ടിരിക്കും. ഉൾട്ടി രാവൺ കി മതസെ, എങ്ങനെയാ താഴെ വീഴുന്നത്, തലകീഴായ രാവണന്റെ മതത്തിലൂടെ. പതീത പാവൻ ഏക് ഹി ബാപ് ഹെ, ഹം ബാപ് സെ വിശ്വ കാ മാലിക് ബൻ രഹേ ഹെ. അതായത് ബാബ പറയാണ്, ആസുരീയ അല്ലെ മതം നമ്മളെ താഴേക്ക് വീഴ്ത്തുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബാബ നമ്മളെ എന്താ ചെയ്യുന്നേ, വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റിക്കൊണ്ടിരിക്കാം. ബാബ നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റിക്കൊണ്ടിരിക്കാം. ഇസ് ശരീർ സെ ഭി മോഹ നിക്കാൽ ദേനാ ചാഹിയെ. ബാബ പറയാണ്, ഈ ശരീരത്തിൽ നിന്ന് മക്കളെ നിങ്ങളുടെ മോഹമൊക്കെ നിങ്ങൾ കളയണമെന്ന് ബാബ പറയാണ്. അഗർ ഹംസ് ബഗുളെ ഇക്കട്ടെ ഹോങ്കെ തോ മോഹ കൈസെ നിക്കലേങ്കി. ബാബ ചോദിക്കുകയാണ്, ഹംസവും കൊക്കും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ മോഹം എങ്ങനെ ഇല്ലാതാകും എന്ന് ബാബ ചോദിക്കാം. അല്ലേ, കൊക്കിനെപ്പോഴും മോഹം ഉണ്ടാകും. ഹരേക്ക് പരിസ്ഥിതി ദേക്കി ജാത്തെ ഹെ, ഓരോരുത്തരുടെ ഓരോരോ പരിസ്ഥിതികൾ നമുക്ക് കാണാൻ പറ്റും. ഹിമ്മത്ത് ഹെ അപ്ന ശരീര നിർവാഹ
आप ही कर सकते हो, फिर ज्यादा झंझट में क्यों फंसते हो? पेट बहुत नहीं खाता है, बस 2 रोटी खाओ, कोई ഫുർന नहीं. ഇനി ബാബ പറയാം, നിങ്ങൾക്ക് ധൈര്യം വേണം. ശരീര നിർവാഹാർത്ഥം കുറച്ച് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണം. ശരീര നിർവാഹാർത്ഥം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ജോലിയൊക്കെ ചെയ്തോളൂ. എന്തിനാ ഈ കൂടുതൽ ഇങ്ങനെ ഓരോന്നിന്റെ പുറകെ പോണ? ചിലവർ കണ്ടിട്ടില്ലേ, 2 തലമുറയ്ക്ക് 3 തലമുറക്കുള്ളത് കയ്യിലുണ്ടാവും, എന്നാലും പൈസ 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 എന്ന് പറഞ്ഞ് പൈസയുടെ പുറകെ പോകും. അതാ ബാബ ചോദിക്കണേ, എന്തിനാ നിങ്ങൾ ഇതിലൊക്കെ പോയി കുടുങ്ങണേ? വയറിന് ഒരുപാടൊന്നും വേണ്ടി വരില്ലല്ലോ, വയറിനാകെ കുറച്ച് ഭക്ഷണം അല്ലേ വേണ്ടു. 2 റൊട്ടി കഴിച്ചാൽ വയറിന്റെ കാര്യം ഓക്കെ. പിന്നെ ഒരുപാട് നിങ്ങൾ ചിന്തിക്കാനൊന്നും പോകണ്ടെന്ന് പറയാം. അതുകൊണ്ട് ആ കുറച്ച് കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഈ പൈസ പൈസ എന്നും പറഞ്ഞ് പുറകിൽ പോകരുത് പൈസയുടെ. फिर भी अपने से प्रण कर लेना चाहिए कि बाप को ही याद करना. എന്നിട്ട് ബാബ പറയാ, നിങ്ങൾ നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യണം. എന്താ പ്രതിജ്ഞ ചെയ്യണ്ടേ? ഞാൻ ബാബയെ തന്നെ ഓർമ്മിക്കും, ഞാൻ ബാബയെ ഓർമ്മിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യണം എന്ന് ബാബ പറയാണ്. ജിസ്സെ സബ് വികർമ്മ വിനാശോച്ചായ, ബാബയെ ഓർമ്മിച്ചാൽ വികർമ്മ എല്ലാം വിനാശമാകും എന്ന് ബാബ പറയാം. इसका मतलब यह नहीं कि धंधा नहीं करना है. അപ്പൊ ബാബ പറയാ, ഇതിനർത്ഥം ജോലി ചെയ്യണ്ട എന്നല്ല. ബാബ ഒരിക്കലും ജോലി ചെയ്യണ്ട എന്ന് പറയാറില്ല. ജോലി ചെയ്യണ്ട എന്ന് പറയില്ല, പക്ഷെ ജോലി ചെയ്തോളൂ. മുരളി വെക്കാൻ സമയമില്ല, ബാബയെ ഓർമ്മിക്കാൻ സമയമില്ല, ജോലി 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 ജോലി, പൈസ പൈസ പൈസ, ഇത് മാത്രം സ്വപ്നം കണ്ട് നടക്കണ്ട. ചിലർ കണ്ടിട്ടില്ലേ, എന്നും ബാബയുടെ മുരളിക്ക് വരും, എന്നും യോഗം ചെയ്യും, കുറച്ച് നല്ല ജോലിയൊക്കെ കിട്ടി, വരുമാനം കുറച്ച് കൂടുമ്പോൾ അവർക്ക് മുരളി വെക്കാൻ സമയമില്ല, യോഗം ചെയ്യാൻ സമയമില്ല, സെന്ററിൽ വരാൻ സമയമില്ല. അങ്ങനെയാ അങ്ങനത്തെ ജോലിയൊന്നും വേണ്ടാന്ന്. അവനവന് അത്യാവശ്യം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഈ പൈസ പൈസ എന്നും പറഞ്ഞ് പൈസയുടെ പുറകെ മാത്രം പോവരുത്. അതുകൊണ്ടാ ബാബ പറയണേ, ദന്താ നഹി കരെങ്കിൽ പൈസ കഹാസായക. ജോലി ചെയ്തില്ലെങ്കിൽ പൈസ എങ്ങനെ കിട്ടാനാണെന്ന് ബാബ ചോദിക്കുക. ജോലി ചെയ്താലല്ലേ പൈസ കിട്ടുള്ളൂ, കാര്യങ്ങൾ നടക്കണ്ടേ. ബീക്കത്തോ നെഹി മാങ്ക, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് യാചിക്കേണ്ടി വരരുത്, അല്ലേ? യാചിക്കേണ്ടി വരരുത് എന്ന് ബാബ പറയാണ്. യഹുത്തു ഗർ ഹേ ശോ ബാബാക്കെ ഭണ്ഡാരെ സെ ഖാത്തെ ഹെ. ഇനി ബാബ പറയാണ്, ഇനിയിപ്പോ ബാബയുടെ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ബാബ പറയാണ്. നമ്മള് ബാബയുടെ വീട്ടിലായിരിക്കണേ, അതായത് ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. अगर सर्विस नहीं करते हैं तो मुफ्त में खाते हैं तो गोया बीघ पर चलना होता है. നമ്മളെ ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് കഴിക്കണേ. എന്നിട്ട് സേവനം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ബാബ പറയാ, സേവനം ചെയ്യുന്നില്ല, ഞാൻ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബാബ പറയാ, യാചിക്കേണ്ടി വരുമെന്ന് പറയും. വെറുതെ ഇരുന്ന് കഴിച്ച് കുടിച്ച് സുഖമായിട്ടിരുന്നാലേ ഭാവിയിൽ നമ്മൾ യാചകരാകും. അതിനർത്ഥം എന്താ? 21 ജനം ഫിർ സർവീസ് കർണി പടേഗി. ഇപ്പൊ നിങ്ങള് സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ 21 ജന്മം പിന്നെ ചെയ്യേണ്ടി വരും. സത്യത്രേതായുഗത്തിൽ നിങ്ങൾക്ക് ഭയങ്കര സേവനമായിരിക്കും. വല്ല ദാസനോ ദാസിയോ പ്രജയൊക്കെ ആയിട്ട് മാറുകയും. അതാ ബാബ പറയണേ, രാജാസെ ലേക്കർ രംഗ് തക്ക് സബ് യഹാം ഹൈ. രാജാവ് മുതൽ സാധാരണക്കാരൻ വരെ, അതായത് ഒരു പ്രജയാവട്ടെ അല്ലെങ്കിൽ ഒരു ചണ്ടാളനാവട്ടെ, പ്രജയുടെയും പ്രജയാവട്ടെ, താഴ്ന്ന പദവിയിലുള്ളവർ വരെ വാർത്തെടുക്കുന്നത് സംഗമയത്തിൽ നിന്നാണ്. രാജാവ് ഉണ്ടാകുന്നത് സംഗമയത്തിലാ, ചണ്ടാളനുണ്ടാകുന്നതും സംഗമയത്തിലാ. അത് മനസ്സിലാക്കണമെന്ന് ബാബ പറയാം. വഹാം ബി ഹേ പരന്തു വഹാം സദൈവ സുഖ ഹേ, വഹാം സതൈവ യഹാം സതൈവ ദുഃഖ. സത്യയുഗത്തില് എന്ന് വെച്ചാൽ ബാബ പറയാം, അവിടെ നല്ല സുഖാണ്, എല്ലാവർക്കും സുഖമാണ്. ഇവിടെയാണെങ്കിലോ എല്ലാവർക്കും ദുഃഖമാണ്. പൊസിഷൻ തോത്തി ഹേന, എന്തായാലും ഒരു പൊസിഷൻ ഉണ്ടാവും, പദവി ഉണ്ടാവുമല്ലോ. അപ്പൊ സത്യയുഗത്തിലാണെങ്കിൽ എന്തുണ്ട്? പദവിയുണ്ട്.
രാജാവ് അല്ലെ, മഹാരാജ, മഹാറാണി, ദാസനും ദാസിയും പ്രജകളും അവരുടെ പ്രജകളും, അങ്ങനെ ഒരുപാട് പേരുണ്ടാകുന്ന ബാബ പറയാം. പൊസിഷനൊക്കെ ഉണ്ടാവും. ബാബ്സെ പൂര യോഗ രക്കണ, പക്ഷെ ബാബയോട് വളരെ പൂർണ്ണമായിട്ട് യോഗം വെക്കണമെന്ന് ബാബ പറയാം. സർവീസ് കർണി ഹെ, സർവീസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. ദിൽ സെ പൂച്ഛന ഹെ കി ഹം യജ്ഞ കി കിത്നി സേവ കർത്തെ ഹെ. ബാബ പറയാ, മനസ്സുകൊണ്ട് നിങ്ങൾ ചോദിക്കണം, ഞാൻ ബാബയുടെ സേവനം എത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് ശരിക്കും ചോദിക്കണം അല്ലെ. അപ്പൊ ചിലരുടെ കയ്യിൽ ധനം ഉണ്ടാവും, അവർക്ക് ഒരുപാട് സേവനം ചെയ്യാൻ പറ്റും, പക്ഷെ അവര് ചെയ്യില്ല. അവര് പൈസ മുഴുവൻ ലൗകികത്തിലുള്ള ആൾക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബാബയ്ക്ക് ചെയ്യില്ല. ബാബയ്ക്ക് ചെയ്യുന്നത് വളരെ ഒരു പോയിന്റൊക്കെ ചെയ്യുള്ളൂ, ബാക്കി മുഴുവൻ ലൗകികത്തിൽ യൂസ് ചെയ്യും. അപ്പൊ നമ്മളോട് ചോദിക്കണം, എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യം വെച്ച് ഞാൻ ശരീരം കൊണ്ട് ബാബയ്ക്ക് എത്ര സേവനം ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇത്രയും ധനമുണ്ട്, പക്ഷെ ഞാൻ ബാബയ്ക്ക് വേണ്ടി എത്ര ധനം കൊണ്ട് സേവനം ചെയ്യുന്നുണ്ട്. അവസാനം നമുക്ക് കരയേണ്ടി വരും. എന്താണ്, എനിക്ക് എന്തോരം ധനം കൊണ്ട് ചെയ്യാമായിരുന്നു ബാബ, ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് കരയേണ്ടി വരും. അന്ന് പശ്ചാത്താപം വരും നമുക്ക്. ലൗകികരെല്ലാം നമ്മളെ തള്ളി പറയും, ലൗകിക എല്ലാം അവസാനം നമുക്ക് ഇല്ലാണ്ടാവും, നഷ്ടപ്പെടും. അവസാനം ബാബ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് നമ്മൾ കരയും. അതുകൊണ്ട് ബാബ പറയണം, നിങ്ങളോട് ചോദിക്കണം, ഞാൻ എത്രമാത്രം സേവനം ബാബയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇനി സെന്ററിലിരിക്കുന്നവർക്കാണെങ്കിലോ അവര് പശ്ചാത്തപിക്കും, ഞാൻ വെറുതെ കഴിച്ചും കുടിച്ചും സെന്ററിലിരുന്നല്ലോ ബാബ, ഞാൻ സേവനം ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവർക്കും കരയേണ്ടി വരും ലാസ്റ്റ്. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മളിപ്പോ നന്നായി സേവനം ചെയ്യണമെന്ന് ബാബ പറയാം. അപ്പൊ അതുകൊണ്ടാണ് ബാബ ചോദിക്കുന്നത്, സ്വയത്തോട് നിങ്ങളൊന്ന് ചോദിക്ക്, ഞാൻ എത്ര ബാബയുടെ സേവനം ചെയ്യുന്നുണ്ട്, അതൊന്ന് ചോദിക്കണമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, ശ്രീമത്ത് പർ ചലനെ സെ കിത്നാ ഊഞ്ചു പദ് പായെങ്കെ. ശ്രീമത്തിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഉയർന്ന പദവി നേടാൻ പറ്റും. നാ ചലനെ സെ കിത്നാ കം പദ് ഹോ ജാതാ ഹൈ. ശ്രീമത്തിലൂടെ നടന്നില്ലെങ്കിൽ എത്ര ചെറിയ പദവിയാണ് കിട്ടുക എന്ന് ബാബ ചോദിക്കുകയാണ്. എന്നിട്ട് ബാബ പറയാണ്, कहते हैं ഈശ്വർ के पास सब ഹിസാബ് ബനായ है. എല്ലാവരും പറയും, ഈശ്വരന്റെ അടുത്ത് എല്ലാവരുടെ കണക്കുകളും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. ഭഗവാന്റെ കയ്യിൽ എല്ലാവരുടെയും കണക്കുണ്ട് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ബാബ പറയാ, ഉസ്കോ സാക്ഷി ഹോക്കർ ദീക്കാ ജാത്താ ഹൈ कि इस चलन से क्या पद पाए. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ സാക്ഷിയായിട്ട് കാണണം. ഇങ്ങനെ പോയാൽ, ഈ രീതിയിൽ പോയാൽ എനിക്ക് എന്ത് പദവി കിട്ടും, ഇങ്ങനെ സേവനം ചെയ്ത് പോയാൽ എനിക്ക് എന്ത് പദവി കിട്ടും, സ്വയം നോക്കാൻ പറയാണ്. യഹ് സമജ് സക്തേ ഹോ, ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, യഹ് സമഞ്ജനെ കി ബാത്തേ ഹൈ. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് മക്കളെ. കാരണം നാളെ ഇനി പശ്ചാത്താപത്തിന്റെ കണ്ണുനീര് കണ്ണിന്ന് വരാൻ പാടില്ല. ഓ ബാബ, എനിക്ക് പറ്റാവുന്ന സേവനം ചെയ്തൂലോ, അങ്ങനെ ചിന്ത വരണം നമ്മളെല്ലാം. അല്ലേ പശ്ചാത്താപത്തിന്റെ കണ്ണുനീര് വരും. തുമാരെ പാസ് പ്രദർശനി മേ കോയി ഭി ധരംവാല ആത്താ ഹെ, ബോലോ ബേഹദ് കെ ബാപ് സെ ബേഹദ് കെ സുഖ ശാന്തി കാ വർഷ മിൽത്താ ഹെ. അതായത് ബാബ പറയാണ്, നിങ്ങളുടെ അടുത്ത് പ്രദർശനിയൊക്കെ അല്ലെ, പ്രദർശനിയിലൊക്കെ പല ധർമ്മങ്ങളിൽപ്പെട്ടവരൊക്കെ വരുമല്ലോ. അപ്പൊ അവരോട് പറയണം, പരിധിയില്ലാത്ത ഭഗവാനിൽ നിന്ന് പരിധിയില്ലാത്ത സുഖശാന്തിയുടെ സമ്പത്ത് കിട്ടാണ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയാണ്. ബേഹദ് കാ ബാപ് ഹി ശാന്തി ദാതാ ഹെ. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് ശാന്തി ദാതാവ് എന്ന് ബാബ പറയാം. ഉൻകോ ഹി കഹത്തെ ഹേ ശാന്തി ദേവ. ആ ബാബയെ തന്നെയാണ് പറയുന്നത് ശാന്തി ദേവൻ. ശാന്തി ദേവൻ എന്നാണ് പറയുന്നത്. അബ് കോയി ജഡ ചിത്ര തോടെ ഹി ശാന്തി ദേക. ഇനി ബാബ പറയാണ്, ഒരിക്കലും ഒരു ദേവതയുടെ ജഡചിത്രം ഉണ്ടല്ലോ, ജഡചിത്രം ഒരിക്കലും എന്ത് തരില്ല, ശാന്തി ഒന്നും തരില്ല എന്ന് ബാബ പറയാം. अब कोई जड़ चित्र तोड़े ही शांति दे सके. बाप कहते हैं तुम्हारा सतर्म है शांति. ബാബ പറയാണ്, നിങ്ങളുടെ സധർമ്മം ശാന്തിയാണ്.
തും ശാന്തിധാമേ ജാനാ ചാഹത്തി ഹോ? ബാബ ചോദിക്കുക, നിങ്ങൾക്ക് ശാന്തിധാമിൽ പോവാൻ ആഗ്രഹമുണ്ടോ എന്നാണ് ബാബ ചോദിക്കണേ. അതോ ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? ബാബ് കഹത്തെ ഹേ തുമാരാ സ്വധർമ്മത്തോ ശാന്തിയേന. ബാബ പറയാ, നിങ്ങളുടെ സ്വധർമ്മം ശാന്തി അല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. എന്നിട്ട് ബാബ പറയാ, കഹത്തെ ഹോ ശിവബാബ ശാന്തി ദോ തോ ബാപ്പ് ക്യോം നീ ദേങ്കെ? അപ്പൊ ശിവബാബ എനിക്ക് ശാന്തി തരൂ എന്ന് പറഞ്ഞ് കുട്ടികൾ ചോദിക്കുകയാണ്. അപ്പൊ ബാബ പറയാ, ഞാൻ എന്തുകൊണ്ട് തരില്ല, ഞാൻ ശാന്തിയൊക്കെ തരും. എന്നിട്ട് ബാബ പറയാ, എന്നിട്ട് ബാബ പറയാ, ക്യാ ബാപ്പ് വർഷ നെയ് ദേങ്കെ ബച്ചോക്കോ? എന്താ, അച്ഛൻ സമ്പത്ത് തരില്ലേ കുട്ടികൾക്ക്? അച്ഛനാകുമ്പോ സമ്പത്ത് തരുമല്ലോ. കഹത്തെ ഹേ ശിവബാബ സുഖദോ, അല്ലെ പറയുന്ന എന്താ, ബാബ സുഖം തരൂ. വക്തോ സുഖ സ്ഥാപൻ കർണേ വാലേ ഹെ. ബാബ എന്ന് വെച്ചാൽ സുഖം സ്ഥാപിക്കുന്ന ആളാണ്. സുഖക്യോം നെയ്തേ? അപ്പൊ എന്തുകൊണ്ട് ബാബ സുഖം തരില്ല? ഉൻകോ യാദ് ഹി നഹി കരേംഗേ ഉൻസേ മാംഗേംഗേ ഹി നഹി തോ വഹ് ദേംഗേ ഭി ക്യാ? അപ്പൊ ബാബ പറയാണ്, ബാബ എന്തുകൊണ്ട് സുഖം തരില്ല? ഇപ്പൊ ബാബയെ ഓർമ്മിക്കുന്നേ ഇല്ല എന്ന് വിചാരിക്കാം. ബാബയോട് നമ്മൾ ഒന്നും ചോദിക്കുന്നുമില്ല, പിന്നെ ബാബ എന്ത് തരാനാന്ന് ബാബ. അപ്പൊ അച്ഛനെ നന്നായി ഓർമ്മിക്കണം, അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണം, എന്നാലേ അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാനെ നമ്മൾ അത്രയുമേൽ സ്നേഹിക്കണം. ശാന്തി കാ സാഗർ തോ ബാബാ ഹി ഹേന. ശാന്തിയുടെ സാഗരൻ ബാബ തന്നെയല്ലേ. തും സുഖ ചാഹത്തെ ഹോ, ബാബ് കഹത്തെ ഹേ ശാന്തി കെ ബാദ് ഫിർ സുഖമേ ആനാ ഹെ. അപ്പൊ കുട്ടികൾ സുഖം ആഗ്രഹിക്കുന്നു. അപ്പൊ ബാബ പറയാ, കുട്ടികളെ ശാന്തിക്ക് ശേഷം സുഖമാണ് വരുന്നത്. പെഹലെ പെഹലെ ജോ ആയെങ്കെ വഹ് സുഖ പായെങ്കെ. ആദ്യം ആരാണോ വരുന്നത് അവര് സുഖം നേടും എന്ന് ബാബ പറയാം. ദേരി സെ ആനെ വാലോം കോ സുഖ മാംഗന ആയേഗാ ഹി നഹി വഹ് മുക്തി ഹി മാംഗേങ്കെ. അതായത് അവസാനം വരുന്ന കുട്ടികൾ എന്താന്നറിയോ, സുഖം വേണമെന്ന് പറയില്ല. അവർക്ക് എന്താ, ശാന്തി ശാന്തി മുക്തി. ഓ ബാബ എനിക്ക് സുഖം ഒന്നും വേണ്ട, ഒന്ന് പറഞ്ഞ് പോയാൽ മതി, ശാന്തിധാമയ്ക്ക് കൊണ്ടുപോയാൽ മതി, ശാന്തിധാമയ്ക്ക് കൊണ്ടുപോയാൽ മതി. സത്യത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, രാജാവായില്ലെങ്കിലും കുഴപ്പമില്ല, ശാന്തിധാമയിൽ പോയാൽ മതി, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പെഹലെ സബ് മുക്തി മേ ജായെങ്കെ വഹാം തോ ദുഃഖ ഹോഗാ ഹി നഹി. ആദ്യം നമ്മള് മുക്തിധാമിൽ പോകും. അവിടെ ബാബ പറയാ, ഒരു ദുഃഖവും ഉണ്ടാവില്ല, നമ്മുടെ ആത്മാക്കളുടെ വീട്ടിൽ ഒരു ദുഃഖം ഉണ്ടാവില്ല. തും ജാൻതേ ഹോ ഹം മുക്തിധാം മേ ജാകർ ഫിർ ജീവൻ മുക്തി മേ ആയെങ്കെ. അപ്പൊ ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾക്ക് അറിയോ, നമ്മൾ ആദ്യം മുക്തിധാമിൽ പോകും, പിന്നീട് ജീവൻ മുക്തിയിലേക്ക് വരും എന്ന് ബാബ പറയാം. ബാക്കി സബ് മുക്തി മേ ചലേ ജായേ. ബാക്കി എല്ലാവരും മുക്തിയിലേക്ക് പോകുമെന്ന് ബാബ പറയാം. ഇസ്കോ കയാമത് കാ സമയ കഹാ ജാത്താ. ഇതിന് എന്താണ്, കണക്കെടുപ്പിന്റെ സമയം എന്നാണ് പറയുന്നത്. ഇതിനെ കണക്കെടുപ്പിന്റെ സമയം എന്നാണ് പറയുന്നത്. സബ്കാ ഹിസാബ് കിതാബ് ചുക്തു ഹോനെ വാലാ ഹേ, ജാൻവരോं का भी ഹിസാബ് കിതാബ് ഹോത്താ ഹേ നാ. അതായത് ബാബ പറയാ, എല്ലാവരുടെയും കർമ്മക്കണക്ക് തീരുകയാണ്. മൃഗങ്ങൾക്ക് ഉണ്ടാവുമല്ലോ കണക്ക് എന്ന് ബാബ ചോദിക്കുക. അപ്പൊ മൃഗങ്ങൾക്ക് കണക്കൊക്കെ ഉണ്ട്. कोई राजाओं के पास रहते हैं, उनकी कितना पालना होती है. അല്ലേ, ചില വലിയ വലിയ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് എത്ര മൃഗങ്ങളാണല്ലേ, കുതിര, ആന, ഇവരൊക്കെ ഉണ്ടാവുമല്ലോ. അവരെയൊക്കെ എത്ര നന്നായിട്ടാ പാലന ചെയ്യുന്നത് എന്ന് ബാബ ചോദിക്കുക. रेस के घोड़ों की कितना संभाल होते हैं, क्योंकि घोड़े तीखे होंगे तो कमाई अच्छी होंगी. ഇനി ചിലവര് നന്നായിട്ട് കുതിരകളെയൊക്കെ നോക്കും. കാരണം എന്താ, കുതിരപ്പന്തയും വെക്കുമല്ലോ, കുതിരയുടെ ഓട്ട മത്സരം. അങ്ങനെ കുതിരപ്പന്തയും വെക്കുമ്പോ നല്ല കുതിരയൊക്കെ ആണെങ്കിലേ നല്ല പൈസ കിട്ടും, വരുമാനം ഉണ്ടാവും കുതിരയെ കൊണ്ടേ. അപ്പൊ ബാബ പറയാം, ധനി ജറൂർ പ്യാർ കരേങ്കെ. പൈസ കിട്ടുകയാണെന്ന് പറയുമ്പോ സ്നേഹമൊക്കെ വരും, അല്ല. അപ്പൊ ഈ കുതിരയിലൂടെ വേണം എനിക്ക് പൈസ കിട്ടാനെന്ന് പറയുമ്പോ
ആ ഓണർ എന്ത് ചെയ്യും? കുതിരേനെ നന്നായി നോക്കും, ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് അല്ലെ നന്നായി ശ്രദ്ധിക്കും. യബി ഡ്രാമ നൂന്ത് ഹെ, ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ് എന്ന് ബാബ പറയാൻ. വഹാം യഹ് ഹോത്തേ ഹി നഹി, സത്യയുഗത്തില് പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവിടെ മത്സരമോ അല്ലെ ഒന്നും ഉണ്ടാവില്ല. യഹ് റേസ് ആദി ബാദ്മേ ശുരു ഹുയി ഹെ അല്ലെ, അതായത് ഈ മത്സരങ്ങളൊക്കെ ആദിക്ക് ശേഷമാണ് ഉണ്ടായത്. ആദിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പറയാൻ. യഹ് സാരാ ബനാ ബനായ ഖേൽ ഹെ, ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ കളിയാണ്. സൃഷ്ടിക്ക് ആദിമധ്യ അന്ത് കോപി അബ് തും ജാൻ ഗയേ, സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആദിമേ ബഹുത്ത് തോടെ മനുഷ്യ ഹോങ്കെ, ആദിയില് വളരെ കുറച്ച് മനുഷ്യര് മാത്രമേ ഉള്ളൂ. ഹം വിശ്വ പർ രാജ് കർത്തേ രഹേ, നമ്മളെ വിശ്വത്തിന്റെ മേലെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കും എന്ന് ബാബ പറയാൻ. ഹരേക്ക് സമഞ്ച് സക്തേ ഹേ കി ഹം ബൻ സക്തേ ഹേ വാ നഹി, അപ്പൊ ബാബ പറയാണ് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും എന്ത്, എനിക്ക് ആകാൻ പറ്റുമോ അതോ ഇല്ലയോ, എനിക്ക് ആകാൻ പറ്റുമോ അതോ ഇല്ലയോ. ഹം ബഹുത്വംകോ കല്യാൺ കർത്തേ ഹേ, നമ്മൾ ഒരുപാട് പേരുടെ മംഗളമൊക്കെ ചെയ്യുന്നുണ്ട്. ഇസ്മേ മെഹനത്ത് കർണി പടി ജബ്കി ബാബ് മില ഹെ, ഇതില് ബാബ പറയാണ് കുറച്ച് പരിശ്രമിക്കേണ്ടി വരും എന്ന് ബാബ പറയാണ്. കാരണം നമുക്ക് ബാബയെ കിട്ടിയല്ലോ, അപ്പൊ കുറച്ച് പരിശ്രമമുണ്ട്. ദുനിയാവാലെ തോ ആപ്പസ് മേ ലഡ്ത്തെ ജഗളത്തെ രഹത്തെ, ലോകത്തിലുള്ളവര് പരസ്പരം എന്താണ് വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാൻ. വിനാശ് കെ ലിയെ ക്യാ ക്യാ ബനാത്തെ രഹത്തെ, വിനാശത്തിന് വേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഐസെ ഐസെ ബോംബ്സ് ബനാത്തെ ഹെ ജിസ്സെ ആഗ് ലഗ് ജായ്, ഇങ്ങനെ ഇങ്ങനെ മനുഷ്യര് ബോംബുകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, ഇതിലൂടെ തീ പിടിക്കും. ബോംബിട്ട കഴിഞ്ഞില്ലേ തീ പിടിക്കും. ബംബോർക്കോ ആഗ് കോയി കം തൊടേഹിലേക്ക്, ബാബ പറയാണ് ഈ ഷോയ് ഉണ്ടല്ലോ, ഈ ഷോയ്ക്ക് എന്തായാലും തീ പിടിക്കാതിരിക്കില്ല എന്ന് ബാബ പറയാം. ഷോയാണ് ഈ കാണുന്നതൊക്കെ ഒരു ഷോയാണ്, ലോകത്തിലെ ഭൗതിക സുഖങ്ങളൊക്കെ. ബുഛാനെ വാല കോയി രഹേഗാനെ, അതായത് ബോംബിട്ട് ഇവിടെ തീ പിടിക്കുമല്ലോ, അപ്പോ ആ തീ കെടുത്താനൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് ബാബ പറയാണ്. ടേർ ബോംബ്സ് ബനാത്തെ രഹത്തെ, ഒരുപാട് ബോംബുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്മേ ഗ്യാസ് പോയിസൺ ആദി ഡാലത്തെ, ആ ബോംബിന്റെ ഉള്ളിലേ അവര് ഗ്യാസ് നിറയ്ക്കും, പോയിസൺ ഗ്യാസ്, പോയിസൺ ഉള്ള ഗ്യാസ് ഒക്കെ നിറയ്ക്കും. എന്നിട്ട് ബാബ പറയാ ജോ ഹവ ചലനെ സേ ഹി സബ് ഖത്തം ഹോ ജായ്, ആ ബോംബ് വായുവിൽ വെച്ച് കഴിഞ്ഞാൽ ആ വായു കിട്ടുമ്പോഴേക്ക് തന്നെ കാറ്റടിച്ചാൽ മതിയെന്ന് അതെല്ലാം ഇല്ല, കാറ്റടിച്ചാൽ ബോംബ് പൊട്ടും. അതാണ് ബാബ പറയുന്നത്. മൗത്ത് സാമനെ ഖടാ ഹെ, മരണം എല്ലാവരുടെയും മുന്നിലാണ്. ഇസ്ലിയെ ബാത് കർത്തേ ഹേ വർഷ ലേനാ ഹോ തോ ലോ, അതുകൊണ്ട് ബാബ പറയാ സമ്പത്ത് എടുക്കണോ കുട്ടികളെ, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. മേഹനത്ത് കരോ, കുറച്ച് പരിശ്രമിക്കുമെന്ന് ബാബ പറയാം. ടോമച്ച് ദന്റെ ആദ്യമേ മതിജാവും, ടോമച്ചായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് പോവരുത് എന്ന് ബാബ പറയാം. കിത്തന ചിന്തൻ രക്കന പടുത്ത ഹെ, ടൂമച്ച് നിങ്ങൾ ജോലിയിൽ പോയാൽ എത്ര ചിന്തിക്കേണ്ടി വരുമെന്ന് ബാബ പറയാം. പിന്നെ മുരളി കേൾക്കാൻ സമയമില്ല, യോഗം ചെയ്യാൻ സമയമില്ല, ഒന്നിനും സമയമില്ല അല്ലേ. അപ്പൊ ബാബ പറയാം എത്ര ചിന്തിക്കേണ്ടി വരും. ബാബാനെ എനിക്കോ ചുടാതിയ അല്ലെ, ബാബ ഇതിൽ നിന്നൊക്കെ ശരിക്കും നമ്മളെ മോചിപ്പിക്കുകയാണ് എന്ന് പറയാണ്. ഇപ്പൊ ബ്രഹ്മബാബേനെ ബാബ അതല്ലേ ചെയ്തേ, ബാബ എന്ത് ചെയ്തു, എല്ലാത്തിനും മോചിപ്പിക്കുകയാണ് ചെയ്തേ. അപ്പൊ ഈ ചീച്ചി ദുനിയ ഹേ, ബാബ പറയാം മക്കളെ ഇത് മോശമായ ലോകമാണ്. തും ബച്ചോംകോ ബാപ്കോ യാദ് കർണ ഹേ, നമ്മൾ കുട്ടികൾക്ക് ബാബയെ ഓർമ്മിക്കണം. ജോ തുമാരെ വികർമ്മ വിനാശ് ഹോ ജായേ ഓർ ബാപ് സെ വർഷ ലേ ലേവൻ, അതായത് ബാബ പറയാണ് തീർച്ചയായിട്ടും നമ്മുടെ വികർമ്മമൊക്കെ വിനാശാവണം, എന്നിട്ട് ബാബയിൽ നിന്ന് നമുക്ക് സമ്പത്ത് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ബഹുത്ത് പ്യാർ സേ യാദ് കർണ ഹെ, വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ലക്ഷ്മി നാരായൺ കാ ചിത്ര ദേഖ്നെ സേ ഹി ദിൽ ഖുശ് ഹോത്തെ,
ലക്ഷ്മി നാരായണന്റെ ചിത്രമൊക്കെ കാണുമ്പോഴേ മനസ്സിന് നല്ല സന്തോഷം വരും. ഹമാരാ ഒബ്ജക്റ്റ് ഹെ, ഇത് നമ്മുടെ ലക്ഷ്യമാണ്. ബൽ പൂജ കർത്തെ थे परंतु यह मालूम तोड़े ही था कि हम यह बन सकते. പക്ഷേ ബാബ പറയാണ്, നമ്മൾ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് അറിയില്ലായിരുന്നു എന്ത്, ഞാന് ഈ ലക്ഷ്മി നാരായണനാവാൻ പോവാണ് എന്നറിയില്ലായിരുന്നു. അപ്പൊ ബ്രഹ്മബാബ അങ്ങനെയായിരുന്നല്ലോ, ബ്രഹ്മബാബ വിഷ്ണു ഭക്തനായിരുന്നല്ലോ. പക്ഷെ ബ്രഹ്മബാബയ്ക്ക് അറിയില്ല ഞാൻ വിഷ്ണു ആവാൻ പോവാണോ, അറിയില്ലായിരുന്നു എന്ന് ബാബ പറയാണ്. കൽ പൂജാരി ഥേ ആജ് പൂജ ബൻ രഹേ. ഇന്നലെ നമ്മളെല്ലാവരും പൂജാരി ആയിരുന്നു, ഇന്ന് നമ്മൾ പൂജനായി മാറിക്കൊണ്ടിരിക്കാം. ബാബ ആയാത്തോ പൂജ ചോദ്യം. ബാബ വന്നു, ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് ജ്ഞാനം തന്നപ്പോ പൂജയൊക്കെ നിർത്തി. ബാപ്നെ വിനാശ് और स्थापना का साक्षात्कार कराया ना. അപ്പൊ ബാബ പറയാ, ബാബ വിനാശത്തിന്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരം ചെയ്യിപ്പിക്കല്ലേ. ഹം വിശ്വക്ക് മാലിക് ബൻതേ ഹൈ, നമ്മളെ വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറുകയാണ്. യഹ് തോ സബ് ഖത്തം ഹോനാ ഹൈ, ഫിർ ഹം ക്യോം ന ബാപ് കോ യാദ് കരേ. ബാബ പറയാ, മക്കളെ ഇതെല്ലാം ഇല്ലാതാവാൻ പോവാണ്, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ബാബയെ ഓർമ്മിച്ചോളാം. എന്തായാലും എല്ലാം ഇല്ലാതാവാൻ പോവല്ലേ, എന്തുകൊണ്ട് ബാബയെ ഓർമ്മിച്ചൂടാ. അന്തർമേ ഏക് ഹി महिमा गाते रहते हैं बाबा आप कितने मीठे हो. അപ്പം നമ്മുടെ ഉള്ളില് ഒരേ ഒരു ബാബയുടെ തന്നെ മഹിമ ഇങ്ങനെ പാടാണ്. എന്താണ്, ബാബ അങ്ങ് എത്ര മധുരമാണ് ബാബ, ബാബയുടെ മഹിമ പാടാണ്. തും ജാനത്തെ ഹോ ഹം സബ ആത്മാവും കാ ബാപ്പ് വഹ് ഏക് ഹി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ഒരേ ഒരു ബാബയാണ്. ഉൻസേ ഹി വർഷ മിൽത്താ ഹൈ, ആ ബാബയിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് കിട്ടുന്നത്. ഹം ഭക്തി മാർഗമേ ഉनको യാദ് കർത്തെ. നമ്മളെ ഭക്തി മാർഗത്തിൽ നമ്മൾ ബാബയെ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. വഹ് പരന്താമേ രഹനെ വാല ഹെ, ബാബ പരന്താമിലാണ് ഇരിക്കുന്നത്. ഇസ്ലിയേ തോ ഉൻകാ ചിത്ര ഭി ഹെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ബാബയുടെ ചിത്രവും ഉണ്ട് എന്ന് ബാബ പറയാം. അപ്പൊ ആ ഭഗവാന്റെ ചിത്രവും ഉണ്ട്. അഗർ ആയാ നാ ഹോ തോ ചിത്ര ക്യോം ഹോത്താ. അതായത് ഇവിടെ ഭഗവാൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കാം, വന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചിത്രം ഉണ്ടാകുമെന്ന് ബാബ ചോദിക്കാം. അപ്പൊ വന്നതിന്റെ ഓർമ്മ ചിഹ്നമാണ് ചിത്രം. അപ്പൊ അതുകൊണ്ട് ബാബ പറയാ, ശിവജയന്തി ബി മനാത്തെ, ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. ഉൻകോ കഹാ ഹി ജാത്താ ഹേ പരംപിത പരമാത്മാ. ബാബയാണ് പറയുന്നത് പരംപിത പരമാത്മാവ്. ബാക്കി തോ സബ്കോ മനുഷ്യ യാ ദേവത കഹാ ജാത്ത. ബാക്കി എല്ലാവരെയും എന്താ പറയുന്നത്, മനുഷ്യര് അല്ലെങ്കിൽ ദേവത എന്നാണ് പറയുന്നത്. മനുഷ്യര് അല്ലെങ്കിൽ ദേവത എന്ന് പറയുന്നത്. സബ്സെ പെഹലെ ആദി സനാതൻ ദേവി ദേവത ധരം ഥാ, പീछे और धर्म हुए हैं. ആദ്യം ആദി സനാതന ദേവി ദേവത ധർമ്മം ഉണ്ടായിരുന്നു അല്ലേ, പിന്നീടാണ് മറ്റ് ധർമ്മങ്ങളൊക്കെ വന്നത്. तो ऐसे बाप को कितना प्यार से याद करना चाहिए. അപ്പൊ ബാബ പറയാ, നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ബാബയെ എത്ര സ്നേഹത്തോടെ നിങ്ങൾ ഓർമ്മിക്കണം എന്ന് ബാബ ചോദിക്കുക. ഭക്തി മാർഗമേ तो बहुत रेडिया मारते हैं, अर्थ कुछ भी नहीं जानते. ഭക്തി മാർഗത്തില് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഭക്തി മാർഗത്തില് ഒരുപാട് പേര് മഹിമയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാബ പറയാ, അർത്ഥമൊന്നും അറിയില്ല. ഭഗവാനെ ഭഗവാനെ എന്ന് പറഞ്ഞ് ഭക്തിയിൽ മനുഷ്യര് തലയിട്ടടിക്കുന്നുണ്ട്, പക്ഷെ അർത്ഥമൊന്നും അറിയില്ല എന്ന് ബാബ പറയാം. ജോ ആയ മഹിമ കർത്തരത്തെ, ആരാണോ വരുന്നത് അല്ലെ, ആ ഭഗവാന്റെ മഹിമ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക സ്തുതിയാമേ, ഭഗവാനെ കുറിച്ച് അനേകര് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്തുതിക്കാനൊക്കെ ബാബ ചോദിക്കുക, ബാബയുടെ സ്തുതി എന്താ ചെയ്യാന്ന് ബാബ ചോദിക്കാം. തും ഹി കൃഷ്ണമാവും. ബാബ പറയാ, മക്കളെ നിങ്ങൾ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് ബാബ പറയാം. നമ്മളൊക്കെ ആരാണ്, ശ്രീകൃഷ്ണനാവാൻ, ഭാവിയിലെ കൃഷ്ണനാവാൻ പോകുന്ന കുട്ടികളാണ്.
തും ഹി വ്യാസ് ഹോ, തും ഹി ഫലാന ഹോ. അല്ലേ? ഇനി ബാബ പറയാണ്, സാധാരണ ലോകത്തില് പറയുമല്ലോ, നിങ്ങള് വ്യാസനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആളാന്ന് പറയും, അതൊരു ഗ്ലാനിയാണ് എന്ന് ബാബ പറയാം. നമ്മള് കൃഷ്ണനാവാൻ പോകുന്നു, പക്ഷെ ഭഗവാനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. മനുഷ്യര് ഭഗവാൻ അല്ലെ, ഭഗവാൻ കൃഷ്ണനാണെന്ന് പറയും, ഭഗവാൻ വ്യാസനാണെന്ന് പറയും, അങ്ങനെ എല്ലാവരെയും ഭഗവാനാണെന്ന് പറയും. അത് ഗ്ലാനിയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ. ബാപ്ക കിത്ന അപകാർ കർത്തേ ഹെ. ബാബയെ മനുഷ്യർ എത്ര അപകാരമാണ് ചെയ്യുന്നത് അല്ലേ? ബാബ കൃഷ്ണനാണ്, അല്ലെങ്കിൽ ബാബ ദേവതകളാണ്, ബാബ കുറെ അവതാരം എടുക്കാൻ കുറേ കാര്യം പറയുന്നുണ്ടല്ലോ. എത്ര അപകാരമാണ് ചെയ്യുന്നത്. तो बाप कहते हैं ड्रामानुसार यह सब मेरा अपकार करते हैं. അപ്പൊ ബാബ പറയാ, കുട്ടികളെ ഡ്രാമ അനുസരിച്ച് എല്ലാവരും എന്നെ അപകാരം ചെയ്യാണ്. फिर मैं आकर सर्व का उपकार सर्व का सद्गति करता. എന്നാ ബാബ വന്നിട്ട് സർവരുടെയും ഉപകാരം ചെയ്യാണ്, സർവർക്കും സദ്ഗതി തരികയാണ്. മേ ആയാഹും നൈ ദുനിയ സ്ഥാപൻ കർമ്മ. ബാബ വന്നിരിക്കുന്നത് പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യാനാണ്. യഹി ഹാർ ജിത്ത് കാ ഖേൽ ഹെ. ഇത് ജയപരാജയത്തിന്റെ കളിയാണ്. 5000 വർഷ കാ ബനായ ഡ്രാമ ഹെ. ഇത് 5000 വർഷത്തിന്റെ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ നാടകമാണ്. ഇസ്മേ ജരാ ബി ഫറക് നഹീ ഹോ സക്ത. ഇതിലൊരൽപ്പം പോലും വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ബാബ പറയാണ്. യഹ് ഡ്രാമ കാ രാസ് ബാപ്പ് ബിഗർ കോയി സമझा ना सके. ഈ ഡ്രാമയുടെ രഹസ്യം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ പറ്റില്ല. മനുഷ്യമതത്തോ അനേക നിക്കൽത്തരത്തെ. മനുഷ്യമതങ്ങള് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. ദേവതാ മതത്വം മിൽത്താഹിനഹി. പക്ഷെ ആരെങ്കിലും ദേവതാ മതം കൊടുക്കുന്നുണ്ടോ? ദേവതാ മതം ഒന്നും കിട്ടുന്നില്ല. ബാക്കി ഹേ മനുഷ്യമതം. ബാക്കിയൊക്കെ മനുഷ്യമതമാണ്. ഹരേക്ക് അപ്ന അഖൽ നിക്കാൾത്തെ രത്തെ. ഓരോരുത്തരും അവരവരുടെ സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറയാൻ. ദേവതാ മതത്വ മിൽത്തിഹി നഹി. ദേവതാ മതം കിട്ടുന്നുണ്ടോ? ദേവതകളാവാനുള്ള ഡയറക്ഷൻ ഒന്നും ലോകത്തിൽ കിട്ടുന്നില്ല. അബ് തുമക്കോ ഓർ കോയി കോ ബി യാദ് നഹി കർണ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വേറെ ആരെയും ഓർമ്മിക്കണ്ട, ഒരു ബാബയെ മാത്രം ഓർമ്മിച്ചാ മതി. ആത്മാ സിറഫ് അപ്നെ ബാപ്പ് യാദ് കർത്തരും. ആത്മാവ് കേവലം സ്വയം ബാബയെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കും. മേഹനത്ത് കർണി ഹെ. പരിശ്രമിക്കണം തീർച്ചയായിട്ടും. ജയ്സെ ഭക്ത് ബി മേഹനത്ത് കർത്തേ ഹെ ന. എങ്ങനെയാണോ ഭക്തര് പരിശ്രമിക്കുന്നില്ലേ എന്ന് ബാബ ചോദിക്കാൻ. ബഹുത്ത് ശ്രദ്ധാസെ ഭക്തി കർത്തേ ഹെ. ഭക്തര് വളരെ ശ്രദ്ധയോടെ ഭക്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ജയ്സെ വഹ് ഭക്തി ഹെ തുമാരി ഫിർ ഹെ ജ്ഞാൻ കി മെഹനത്ത്. എങ്ങനെയാണ് ലോകത്തില് ഭക്തി ചെയ്യുന്നത്? വളരെ ശ്രദ്ധയോടെ. അപ്പൊ അതേപോലെ നമ്മളുടേത് ജ്ഞാനമാണെന്ന് പറയാം. അപ്പൊ അവരുടെ ഭക്തിയും നമ്മളുടെ ജ്ഞാനവുമാണ് പറയാം. ഭക്തി മേ കം മെഹനത്ത് കർത്തേ ഹെ ക്യാ. ബാബ പറയാ, ഭക്തിയിലെ കുറച്ച് പരിശ്രമമാണോ ചെയ്യുന്നത് എന്ന് ബാബ ചോദിക്കാം. ഭക്തിയിൽ എങ്ങനെയൊക്കെ മനുഷ്യര് പരിശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ബാബ പറയാം, ഗുരു ലോഗ് കഹത്തെ ഹെ റോസ് സൗ മാല ഫേരോ ഫിർ കോട്ടരി മേ ബഡ് ജാത്തെ. ഈ ഗുരുക്കന്മാരെ സന്യാസിമാര് പറയും, ദിവസവും നിങ്ങൾ 100 പ്രാവശ്യം മാല ജപിക്കൂ. ഭക്തിയിൽ അങ്ങനെയുണ്ടല്ലോ അല്ലേ? 100 പ്രാവശ്യം മാല ജപിക്കൂ എന്ന് പറയും. എന്നിട്ട് സന്യാസിമാരെന്ത് ചെയ്യും? ഒരു കുടിലിൽ അങ്ങിരിക്കും. ഒരു ഗുഹയിൽ പോയിട്ടിരിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ. കാരണം 100 പ്രാവശ്യം മാല ജപിക്കണ്ടേ? സമയം വേണമല്ലോ അതിന്. അങ്ങനെ ഇരിക്കും. മാല ഫേർത്തെ ഫേർത്തെ ഗണ്ട ലഗ് ജാത്ത. 100 പ്രാവശ്യം മാല ജപിക്കണ്ടേ? അങ്ങനെ മണിക്കൂറുകൾ പോകുമെന്ന് ബാബ പറയാം. ബഹുത്ത് കർക്കെ രാം രാം കി ധുനി ലഗാത്തെ. ഒരുപാട് പേര് ഈ രാമരാമ എന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറയാൻ. യഹാം തോ തുംകോ ബാക്കി യാദ്മേ രഹന. പക്ഷെ ഇവിടെ നമുക്ക് ബാബയെ അങ്ങനെ ഓർമ്മിക്കണം, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ബഹുത്ത് പ്യാർ സെ യാദ് കർണം. വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. കിത്ന മീറ്റേ സെ മീറ്റ ബാബ ഹെ. എത്ര മധുരത്തിലും മധുരമായ ബാബയാണ്.
സിർഫ് കഹത്തെ ഹൈ മുझे യാദ് കരോ ഓർ ദൈവിക ഗുൺ ധാരൺ കരോ. കേവലം എന്ത് പറയും? നിങ്ങൾ ബാബയെ ഓർമ്മിക്ക്, ദൈവിക ഗുണം ധാരണ ചെയ്യ്, അങ്ങനെയൊക്കെ പറയും ബാബ. അത്രയല്ലേ ബാബ പറയുന്നുള്ളൂ. ഖുദ് കരേങ്കെ തോ തബ് ദൂസരോം കോ ഭി രാസ്ത ബത്തായ്. അതായത് സ്വയം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കാം എന്ന് ബാബ പറയാം. ബാപ്പ ജൈസ മീറ്റ ഓർ കോയി ഹോ നഹീ സക്ത. ബാബയെ പോലെ മധുരം വേറെ ആരുമില്ല എന്ന് ബാബ പറയാം. കൽപ്പ് കെ ബാദ് തുംകോ മീഠ ബാബ മിൽത്താ ഹൈ. കൽപ്പത്തിന് ശേഷം നമുക്ക് മധുരമായ ബാബയെ കിട്ടാണ്. ഫിർ പതാ നഹി ऐसे मीठे बाप को क्यों भूल जाते हो. അപ്പൊ ബാബ പറയാ, പിന്നെ അറിയില്ലല്ലോ ഇങ്ങനെയുള്ള മധുരമായ ബാബയെ എന്തുകൊണ്ടാ മറന്നു പോണേ. ഭഗവാൻ ഒരുപാട് സ്വീറ്റാണ്. പക്ഷെ ഈ സ്വീറ്റായ ഭഗവാനെ എല്ലാവരും മറന്നു പോവാണ്. ബാപ്പ് സ്വർഗ കാ രചയിതാ ഹൈ तो तुम भी जरूर स्वर्ग का मालिक बनते हो. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. അപ്പൊ നമ്മളും സ്വർഗത്തിന്റെ അധികാരിയായിട്ട് മാറുകയാണ്. പരന്തു കട്ട് ഉദാഹരണേ കീലിയെ ബാപ്പ് യാദ് കരും. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ കറയൊക്കെ പോണ്ടേ, തുരുമ്പ് പിടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ പോകാൻ വേണ്ടി ബാബയെ ഓർമ്മിക്കും. നാ യാദ് കർണേ സേ ना याद करने की ऐसी कौन सी मुसीबत आती है. कारण बताओ, क्या बाप को याद करना डिफिकल्ट है? എന്നിട്ട് ബാബ പറയാണ്, നിങ്ങൾ എന്താ ഓർമ്മിക്കാത്ത? ബാബയെ എന്താ ഓർമ്മിക്കാത്ത? ഓർമ്മിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വരുന്നത്? അതിന്റെ കാരണം ഒന്ന് എന്നെ കേൾപ്പിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കാൻ പറ്റാത്തത്? അതിന്റെ കാരണം ഒന്ന് കേൾപ്പിക്കൂ എന്ന് ബാബ പറയാം. അപ്പൊ നമുക്ക് ബാബയെ ഓർമ്മിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ബാബയോട് പറയണം, ബാബ എനിക്ക് ബാബയെ ഓർമ്മിക്കാൻ പറ്റുന്നില്ല, കാരണം ഇന്നതൊക്കെയാണല്ലോ നമ്മൾ ബാബയോട് പറയണം. ഈ അല്ലെ, അങ്ങനെ ബാബയോട് പറയാം. ബുദ്ധിമുട്ടുകളൊക്കെ ബാബയോട് പറയുമ്പോൾ അതിനുള്ള വഴികളൊക്കെ ബാബ പറഞ്ഞു തരും. പക്ഷെ വെറുതെ ഇങ്ങനെ വഴി കേട്ടുകൊണ്ടിരിക്കുന്നവരാവരുത്, പ്രാക്ടിക്കലി ചെയ്യുന്നവരാവണം അല്ലേ. ചിലവരങ്ങനെയാണ്, എപ്പോഴും ലൗകിക ആൾക്കാരുമായിട്ട് ബന്ധം വെക്കുക, ലൗകികത്തിലെ ആൾക്കാരുമായിട്ട് രാപ്പകലില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ബാബയോട് ബാബ എനിക്ക് ബാബയെ ഓർമ്മിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ബാബയ്ക്ക് 2 അടിയന്നെ തരേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ബാബ ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ ഓർമ്മിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണോ ഉള്ളതെന്ന് പറഞ്ഞോളാൻ പറയാണ്. ഓക്കെ. അപ്പൊ എല്ലാവരും അവരവരുടെ ബുദ്ധിമുട്ടുകൾ ബാബയോട് പറയാ. എന്നിട്ട് അതിന് ബാബ എന്താ ആൻസറാണോ പറയണം അതുപോലെ അനുസരിക്കണം, ജീവിക്കാൻ പഠിക്കണം. ഓക്കെ. അച്ഛ മീറ്റേ മീറ്റേ ലക്കി സിത്താരോം പ്രതി, ലക്കി സിത്താരോം പ്രതി मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. इन्हें बाबा धारणा പറയാം. शरीर निर्वाहार्थ कर्म जरूर करो, लेकिन टू मच झंझटों में नहीं फंसना. ബാബ പറയാ, ശരീര നിർവാഹാർത്ഥം നിങ്ങൾ കർമ്മം ചെയ്തോളൂ അല്ലേ. കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ജോലിയൊക്കെ ചെയ്തോളൂ. പക്ഷെ ടൂ മച്ച് ആയിട്ട് നിങ്ങൾ അതിൽ കുടുങ്ങരുത് പറയാം. ചിലർക്ക് പൈസ പൈസ എന്നുള്ള ഒരൊറ്റ വിചാരം, എത്ര പൈസ ലക്ഷങ്ങളും കോടികളും കയ്യിലുണ്ടാവും, എന്നാലും അവര് പൈസയുടെ പുറകെ പോവും. അങ്ങനെ കുടുങ്ങരുത് എന്ന്. ऐसा चिंतन धंधे आदि का ना हो तो बाप की याद ही भूल जाए. അപ്പൊ ബാബ പറയാ, ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ജോലി ജോലി എന്നും പറഞ്ഞ അതിലിങ്ങനെ പോയാ ബാബയുടെ തന്നെ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ടൂ മച്ച് ജോലി ജോലി പറഞ്ഞ് പോവാ അല്ലേ. അപ്പൊ ബാബരെ നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മ മറക്കുക തന്നെ ചെയ്യും. അനേക മനുഷ്യ മതവും കോ ചോട് ഏക ബാപ് കി മത പർ ചലന. അനേകരുടെ മനുഷ്യ മതത്തിലൂടെ നടന്നിട്ട് ബാബയുടെ മതം ഉപേക്ഷിക്കും. ചിലവരങ്ങനെയാണ്. ബാബ
കറക്റ്റായിട്ട് നമുക്ക് പറയുന്നുണ്ട് ഡയറക്ഷൻ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് കേൾക്കാതെ ലൗകികത്തിലെ ആൾക്കാർ പറയണത് കേട്ടോണ്ടിരിക്കുക. അവര് പറയുന്നതിനൊക്കെ തലയാട്ടും. അങ്ങനെ ആട്ടി ആട്ടി അവസാനം ബാബയ്ക്കൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റാണ്ടാവും. അതാ ബാബ പറയണ, ഈ വ്യക്തികൾ പറയുന്നത് തന്നെ, മനുഷ്യര് പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അതിൽ മുഴുകിയിരിക്കരുത്. ശിവബാബ പറയണത് എന്താണെന്ന് നോക്കണം. ശിവബാബ പറയണത് പോലെ ചെയ്യാൻ പഠിക്കണം. അതാണ് ബാബ പറയണത്. ഏക ബാക്കി മഹിമ ഗാനി ഹെ, ഒരേ ഒരു ബാബയുടെ മഹിമ വേണം നിങ്ങൾ പാടാൻ. ചിലവരെന്താ ചെയ്യണേ, ഒരു ഭാഗത്ത് ബാബ പറയും, പക്ഷെ അവര് ചെയ്യണത് മുഴുവൻ ലൗകികർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പൊ ബാബയെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു നേട്ടം ഉണ്ടാവില്ല. ഏക് ബാബ് കോ ഹി പ്യാർ കർണ ഹെ, ഒരേ ഒരു ബാബയെ തന്നെ സ്നേഹിക്കണം. ചിലർക്ക് എന്താ വെച്ചാൽ അവനവന്റെ ശാന്തിക്ക് വേണ്ടി മാത്രം ബാബയെ ഓർമ്മിക്കും. ബാക്കി ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും എല്ലാം ലൗകികത്തിലെ ആൾക്കാരുണ്ട്. ബുദ്ധിമുട്ട് വരുമ്പോ ബാബ 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 കഴിഞ്ഞു. അല്ലാത്തപ്പോഴൊക്കെ ലൗകികത്തിലെ ആൾക്കാരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാ ബാബ പറയണേ, ബാക്കി സബ്സെ മോഹനിക്കാൾ ദേന. ഉത്തരവാദിത്വങ്ങൾ ചെയ്യണ്ടെന്നല്ല, ഉത്തരവാദിത്വങ്ങൾ ചെയ്തോളൂ, പക്ഷെ മോഹം ബാബയോട് വെച്ചോളാം. ബാക്കിയുള്ളവരോടുള്ള മോഹമൊക്കെ കളയണമെന്ന്. ഇനി ബാബ വരദാനം പറയാം. बेहद की वैराग्य वृत्ति द्वारा पुराने संस्कारों के वार से सेफ रहने वाले मास्टर नॉलेजफुल भव. പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവത്തിലൂടെ പഴയ സംസ്കാരങ്ങളുടെ ശല്യത്തിൽ നിന്ന് സേഫ് ആയിരിക്കുന്ന മാസ്റ്റർ നോളേജ്ഫുള്ളായി ഭവിക്കണം. അപ്പൊ പഴയ സ്വഭാവ സംസ്കാരങ്ങളൊക്കെ വരും, പക്ഷെ അതിൽ നിന്ന് നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കണം. പഴയ സംസ്കാരങ്ങളിൽ കുടുങ്ങിയാൽ നമുക്ക് അപകടം തന്നെ. പുരാനെ സംസ്കാരോं के कारण सेवा में व संबंध संपर्क में विघ्न पड़ते. പഴയ സംസ്കാരങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ സേവനത്തില് അല്ലെങ്കിൽ സംബന്ധ സമ്പർക്കത്തിലൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാവും. സംസ്കാർ ഹി ഭിന്ന ഭിന്ന രൂപസെ അപ്നി തരഫ് ആകർഷിത് കർത്തെ. ഈ സംസ്കാരം തന്നെയാണ് വ്യത്യസ്തമായ രൂപത്തിൽ നമ്മളെ ആകർഷിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾക്ക് ബാബയുടെ സംസ്കാരം വേണം നമ്മളെ ആകർഷിക്കാൻ. അതാ ബാബ പറയണേ, സംസ്കാരോं का छिपा हुआ अंश भी है तो समय प्रमाण व अंश का रूप ले लेता है. അതായത് നമ്മുടെ ഉള്ളില് ഏതെങ്കിലും പഴയ സംസ്കാരത്തിന്റെ അംശമെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് സമയമാകുമ്പോ വംശത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക്. അതുകൊണ്ട് നമ്മൾ അറ്റൻഷൻ കൊടുത്തേ പറ്റൂ. ചിലർ പറയില്ല, എന്റെ സ്വഭാവം ഇങ്ങനെയോ, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാ, അല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ബാപ്പറെ അതൊന്നും നിങ്ങൾ പറയരുത്. അല്ല, നല്ല അറ്റൻഷൻ കൊടുക്കണം. പരവശ് അവരെ എങ്ങ് പരവശനാക്കും. അവർക്ക് ആ കൺഫ്യൂഷൻ ആവും. ലൗകികത്തിൽ പോണോ അലൗകികത്തിൽ വരണോ, അലൗകികര് പറയണത് കേൾക്കണോ അതോ ബാബ പറയണത് കേൾക്കണോ, അത് കൺഫ്യൂഷൻ ആവും. കാരണം എന്താ, ഏറ്റവും കൂടുതൽ അവർ സംസാരിക്കുന്നതും കണക്ഷൻ വെക്കുന്നത് ലൗകികരുമായിട്ടാണ്. അപ്പൊ കൺഫ്യൂഷൻ വരും, പരവശനാകുമെന്ന് ബാബ പറയാം. ഇസലിയെ നോളേജ്ഫുൾ ബൻ बेहद की वैराग्य वृत्ति द्वारा पुराने संस्कारों संबंधों पदार्थों के वार से मुक्त बनो तो सेफ रहेगा. അതുകൊണ്ട് ബാബ പറയാ, നോളേജ്ഫുള്ളായി മാറി പരിധിയില്ലാത്ത വൈരാഗ്യ മനോഭാവത്തിലൂടെ പഴയ സംസ്കാരങ്ങളെയും പഴയ സംബന്ധങ്ങളെയും പഴയ പദാർത്ഥങ്ങളെയും എല്ലാത്തിൻ്റെയും ശല്യത്തിൽ നിന്ന് മുക്തമായിരിക്കണം. അപ്പൊ നമ്മൾ സേഫായിട്ടിരിക്കും. ബാബയ്ക്ക് വേണ്ടി നമ്മൾ എത്ര സേവനം ചെയ്യുന്നു അത്രയും നമ്മൾ സേഫാ. അതെപ്പോഴും ഓർമ്മിച്ചേക്കണം നമ്മളെ. അപ്പൊ നമ്മൾ അത്രയും സേഫായിട്ടിരിക്കുമെന്ന് ബാബ പറയാം. ഇനി ബാബ സ്ലോഗൻ പറയാം. മായാ സെ നിർഭയ് ബനോ ഓർ ആപ്സി സംബന്ധോ മേ നിർവാൺ ബൻ. മായയോട് നിർഭയനായിരിക്കണം. മായയെ നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട. അയ്യോ വേണ്ട, മായയോട് നമ്മൾ പേടിക്കുകയേ വേണ്ട. പക്ഷെ പരസ്പരം സംബന്ധത്തിൽ വിനയം വേണം. ഇവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരു ഭാവം വരാൻ പാടില്ല. പരസ്പര സംബന്ധത്തിൽ വിനയം വേണം. എന്നാൽ മായയോട് നമുക്ക് എന്ത് വേണ്ട,
പേടിയൊന്നും വേണ്ട, നിർഭയനായിട്ടിരിക്കണം എന്ന് ബാബ പറയാം. ഓക്കെ, ഇനി ബാബ ഈ മാസത്തെ എന്താണ്, മധുരതയാണ് അല്ലേ? അത്രയൊക്കെ മധുരമൊക്കെ ആയോ? നമ്മളൊക്കെ മധുരമായോ? മധുരതയുടെ ഗുണമൊക്കെ ധാരണ ചെയ്യണ്ടേ? മധുസൂദനന്റെ പേര് പ്രസിദ്ധമാക്കണ്ടേ? അതില് ബാബ പറയുന്നേ, ആപ്കാ മനസ സങ്കല്പ और वाणी अर्थात बोल और संबंध संपर्क सदा मीठा मधुरता संपन्न अर्थात महान हो, क्योंकि वर्तमान समय लोग പ്രാക്ടിക്കൽ ലൈഫ് देखने चाहते हैं. ഇനി ബാബ പറയാണ്, ഇപ്പൊ നമ്മുടെ മനസ്സാ സങ്കല്പം വാക്ക്, അല്ലെങ്കിൽ അല്ലേ സങ്കല്പം, അതേപോലെ വാക്ക്, അതേപോലെ സംബന്ധ സമ്പർക്കം, അതില് സദാ മധുരവും പിന്നെ മധുരതാ സമ്പന്നം, അതായത് മഹാൻ, അറിയില്ലേ, മഹാനത, ഇതാണ് ഉണ്ടാവേണ്ടത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? വർത്തമാന സമയത്തില് മനുഷ്യര് പ്രാക്ടിക്കൽ ലൈഫിൽ കാണാൻ ആഗ്രഹിക്കാം. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ മധുരം പറഞ്ഞ് സംസാരിക്കുക. പക്ഷെ ആൾക്കാർക്കുണ്ടല്ലോ ഈ സംസാരം മാത്രം പോരാന്ന്, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവര് പറയണ പോലെ വളരെ മധുരമാണ് കേട്ടോ. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവര് പറയണതൊന്നും സ്വഭാവം മാറുന്നു, അങ്ങനെ ആരും പറയും. ഇവര് പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നവരാണ് എന്ന് പ്രാക്ടിക്കൽ ലൈഫ് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് ബാബ പറയാണ്. വാണിക്ക് സേവാ സേ പ്രഭാവിത് ഹോ നസ്ദീക് തോ ആത്തെ ഹൈ. നമ്മൾ വാക്കുകൾ കൊണ്ട് ഒത്തിരി നല്ല മധുരമായിട്ടൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്കൊക്കെ നമ്മുടെ വാക്കുകളിൽ ഒരു പ്രഭാവം വരും. അങ്ങനെ അവര് നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് ബാബ പറയാം. നമ്മളുമായിട്ട് അത്ര അടുത്ത ബന്ധത്തിലേക്ക് ആ ഒരു അടുപ്പുണ്ടാവും. ലേക്കിൻ प्रैक्टिकल मधुरता महानता श्रेष्ठ भावना चलन और चेहरे को देख स्वयं भी परिवर्तन के लिए प्रेरणा ले. അപ്പൊ നമ്മുടെ വാക്കുകളിലൂടെയാണ് മറ്റുള്ളവർ നമ്മളെ അറിയുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് നമ്മളോടൊരു അടുപ്പം വരും. കാണുന്നില്ല അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സംബന്ധ സമ്പർക്കത്തിൽ വരുന്നില്ല, പക്ഷെ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മളെ പ്രാക്ടിക്കൽ രൂപത്തിൽ നമ്മൾ വളരെ സ്വീറ്റായിട്ട് മഹാനതയുള്ളവര്, ശ്രേഷ്ഠ ഭാവനയും പെരുമാറ്റവും മുഖവും എല്ലാം മറ്റുള്ളവർ പ്രാക്ടിക്കൽ നമ്മളെ കാണുമ്പോൾ പ്രേരണാദായകമായിരിക്കും. നമ്മുടെ പെരുമാറ്റം കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണത്, എനിക്കും ഇവരെ പോലെ ആവണം, എനിക്കും ഇവരെ പോലെ ആവണം എന്ന് മറ്റുള്ളവർക്ക് തോന്നണം, പ്രേരണ കിട്ടണം അവരെ പോലെ ആവണമെന്ന്. അപ്പൊ അത്രയും നമ്മൾ പെർഫെക്റ്റ് ആയാല് മറ്റുള്ളവർക്ക് തോന്നും നമ്മളെ പോലെ ആവണം. സമയ പ്രമാണം आप सबको चेहरे और चलन से सेवा करनी पड़ेगी. സമയമനുസരിച്ച് നമ്മളുടെ മുഖത്തിലൂടെ പെരുമാറ്റത്തിലൂടെ സേവ ചെയ്യേണ്ടത്. നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നമ്മുടെ മുഖത്തിലൂടെയും നമുക്ക് സേവനം ചെയ്യേണ്ടി വരും. നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക്, നമ്മുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് പ്രേരണ കിട്ടണം നമ്മളിൽ നിന്നും. അങ്ങനെയുള്ളവരായിട്ട് മാറണമെന്ന് ബാബ പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ ആവണമെങ്കിലേ നമുക്ക് നല്ല യോഗശക്തിയൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കാം. അങ്ങനെ ബാബയെ നമുക്ക് സ്നേഹത്തോടെ ഓർമ്മിച്ച് എക്സാമ്പിളൊക്കെ ആയിട്ട് നമുക്ക് മാറണം. ഓക്കെ, ഒരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം.
ശാന്തി.